ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒലിവിയ ഡിസൈൻസിൻ്റെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കമൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ പറയും നമ്മൾ വീഡിയോ ഇട്ടാൽ നെഗറ്റീവ് കമൻസ് വരും. നെഗറ്റീവ് എന്നല്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ ആസ്പദമാക്കിയുള്ള കമൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ചിലപ്പോൾ മേ ബി ഇത് കണ്ടിട്ടുള്ളവർക്കോ ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സംരംഭം തുടങ്ങി കഷ്ടപ്പെട്ട് ആ ഒരു സംരംഭം വളരെ മെച്ചപ്പെടുത്തി അതിലൂടെ ജീവിതമാർഗം നേടി ആ വീടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബമൊക്കെ രക്ഷപ്പെടുത്തി പോകുന്ന ഒരു ടീമിനെതിരെ വെറും അസൂയ മൂത്ത് എനിക്ക് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ അസൂയ എന്ന് തന്നെ സ്വയം ഇപ്പം എന്നോട് നിനക്ക് അസൂയല്ലേ എന്ന് പറയാനുള്ള ബോധം, അതായത് ഞാൻ വളരുന്നതുകൊണ്ട് നിനക്ക് അസൂയല്ലേ എന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ പറയാണ്, എന്നാൽ അവൻ എന്നോട് ഭയങ്കര അസൂയെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ആണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അസൂയ ഉണ്ടാവാം, പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മളാണ് ചെറിയനാവുന്നത് അല്ലേ. ഇപ്പോൾ ഒലിവിയ ഡിസൈൻസ് ഇപ്പോൾ വലിയ ടോപ്പിലേക്ക് പോകുന്നുണ്ട്. ഞാൻ സാധാരണയായ ഒരു വ്യക്തിയാണ്. എനിക്കൊന്നുമില്ല. പക്ഷേ പല സ്ഥലത്തും കാണുന്നതിനെതിരെ കുറച്ച് കൺട്രോളിൽ പോയാൽ അവർക്ക് പിന്നെയും അതിശക്തമായി മുന്നേറാൻ കഴിയുന്ന ഒരു ടീമാണ് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിന്ന് തന്നെ പറയുള്ളൂ. കാരണം എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ച പരിചയമോ അവരെ നേരിട്ട് പരിചയമോ ഇതിന് മുന്നേ അവരുടെ വീഡിയോസ് കണ്ടതായിട്ട് കൂടി ഓർക്കുന്ന പോലുമില്ല. എനിക്ക് നേരത്തെ ഒന്നും അവരുടെ വീഡിയോയിലൂടെ പോലും പരിചയമില്ല. പക്ഷെ കുറേ ആയി വീഡിയോസ് കാണുമ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യാനായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ കേട്ടിടത്തോളം അവരുടെ കാര്യം നിൽക്കട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട്, ഇപ്പം ഞാനാണെങ്കിലും കഷ്ടപ്പെട്ട് ഒരു പ്രൊജക്റ്റ് തുടങ്ങി, ഒരു സംരംഭം ആരംഭിച്ചു. അത് നമ്മൾ എന്താ പറയുക, രണ്ട് മൂന്ന് ജോലിക്കാരെ നിർത്തി നമ്മുടെ ആ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങി. അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവാനും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഉയരങ്ങളിലേക്ക് അത് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജോലിക്കാരെ അഴിച്ചു വിട്ട് അവരെന്തും ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതിനടുത്ത് വരട്ടെ, ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യട്ടെ എന്നും വിചാരിച്ചു പോയാലും നമ്മൾ തുടങ്ങിയേക്കുന്ന സംരംഭത്തിന് അവിടെ കോട്ടം തട്ടുക തന്നെയാണ് ചെയ്യുള്ളൂ അല്ലേ. വളരെ ശരിയാണ്. അവരെ കൺട്രോളിൽ വെക്കുക എന്നുള്ളതല്ല, അവരോട് ചില നിർദ്ദേശങ്ങൾ. നമ്മൾ സ്ഥാപനത്തിൽ ഇങ്ങനെ സമയപരിമിതി ഉണ്ട്, ഇത്രയും സമയം വർക്ക് ചെയ്യണം. പിന്നീടാണ് അതൊരു ജോലിക്കാരും ആ മുതലാളിയും തമ്മിലുള്ള ഒരു സിങ്ക്. ഞാനൊരു മുതലാളി ആയിരുന്നെങ്കിൽ ഞാൻ ആ മുതലാളി ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അറിഞ്ഞിങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ അറിഞ്ഞ് ചെയ്തോളൂ എന്നുള്ളൊരു ബോധം നമുക്കതിലൂടെ ഉണ്ടാവും. ശരിയാണ്. ആരെ അഴിച്ചു വിട്ടായിരിക്കില്ല, ആരെയും ഫ്രീ ആയിട്ട് വിട്ടൊന്നും ആരെയും ജോലിക്ക് എടുക്കില്ല. ചെറിയ നിർദ്ദേശങ്ങൾ ഏതൊരു ജോലി സ്ഥലത്തും ഉണ്ടാവും, സമയം ഉണ്ടാവും, എല്ലാ കാര്യത്തിലും അല്ലേ. ശരിയാണ്. അതില്ലാതെ അതുപോലെ തന്നെ നമ്മൾ പൈസ മുടക്കിയാണ് ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പൈസ മുടക്കി ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡാമേജ് പോലും, ഒരു ഡാമേജ് വന്നാൽ നമ്മളവിടെ ദേഷ്യപ്പെട്ടു പോകും. കാരണം നമ്മൾ പൈസ മുടക്കിയ ഒരു കാര്യമാണ്. ശരി, ഇതൊക്കെ വളരെ ശരി തന്നെ. ഒലിവിയ ഡിസൈൻസ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലോ അതിനെതിരെ ആർക്കൊന്നും പറയാനുണ്ടാവില്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്ന അവരുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനും അവരുടെ മോഡൽസിനെ പോലെ നിർത്താനുമുള്ള അവരുടെ സ്റ്റാഫ്സ് അവർ വളരെ ചെറുപ്പവും, അതായത് 28 വയസ്സിൽ അപ്പുറം പോകാത്ത പ്രായക്കാരുമായിരിക്കണം, വെളുത്ത സുന്ദരികളും ആയിരിക്കണം. വെളുത്ത് മെലിഞ്ഞതായാൽ ഏറ്റവും കൂടുതൽ, ആവശ്യത്തിന് വണ്ണം ഒക്കെ ആയിട്ടുള്ള ഒരു ശരീരപ്രകൃതിയുള്ള കുട്ടികളായാലാണ് അവരുടെ ഒരു ബിസിനസ് അവിടെ ജോലിക്ക് അവരെടുക്കുകയുള്ളൂ അല്ലേ. അത് നമ്മൾ കണ്ടതാണ്. അത് കറക്റ്റായിട്ട് അത് പറഞ്ഞാണ്, പോട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, ഈ സമൂഹത്തിൽ വെളുത്തവർ മാത്രമല്ല, ഇരുനിറക്കാരുണ്ട്, കറുത്തവരുണ്ട് അല്ലേ, വെളുത്തവരുണ്ട്,
മീഡിയം വെളുത്തവരുണ്ട്, ഇരുനിറക്കാരുണ്ട്, ഈ എല്ലാ കറുത്തവരും എല്ലാ കളറിലും ഉള്ളവരുണ്ട് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ അല്ലേ, പല ഷെയ്ഡ് നിറങ്ങളുള്ളവർ. അപ്പോൾ ഓരോ തരത്തിലുള്ള തുണികൾ ചുരിദാറുകളൊക്കെ എടുക്കുമ്പോൾ അത് എല്ലാ നിറക്കാർക്കും ഇണങ്ങിയത്, അല്ലെങ്കിൽ ഇരുണ്ട നിറക്കാർക്ക് പറ്റിയത്, വെളുത്ത നിറക്കാർക്ക് പറ്റിയത്, അങ്ങനത്തെ ഒരു വെറൈറ്റി അവർക്ക് പിടിച്ചുകൂടായിരുന്നോ? അവരെപ്പോഴും വെളുപ്പിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വിഭാഗക്കാരെ കണ്ടില്ല എന്ന് നടിച്ചാണ് അവർ തുടരുന്നത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കറുത്ത സ്ത്രീയാണ് ഞാൻ, അതുകൊണ്ട് ചിലപ്പോൾ എനിക്കത് മനസ്സിലാക്കി. നമ്മൾ കറുത്തുകൊണ്ട് നമ്മൾ സ്വയം അടിമപ്പെട്ട് താഴെ, അതായത് സ്വയം ഞാനിങ്ങനെ കറുത്തവളാണെന്ന് പറഞ്ഞ് പോകുന്നതല്ല. കറുപ്പ് കളർ അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവിടെ. അതായത് കറുത്ത നിറമുള്ള ഒരു കുട്ടിക്ക് ചേരുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ ഇരുണ്ട നിറക്കാരും കൂടെ ആ ഡ്രസ്സുകൾ എടുക്കും. മനസ്സിലായോ? അപ്പം പല ഷെയ്ഡുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു തുണിക്കടയിൽ പോയാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, എൻ്റെ കളറിന് പറ്റിയ കളർ എന്തെങ്കിലും, ഞാനങ്ങനെ പറയുമെങ്കിലും ഞാൻ എപ്പോഴും ഡാർക്ക് കളർ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഡാർക്കാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ഒട്ടും ചേരില്ല എന്ന് ചിലർ പറയുന്നതും ഡാർക്ക് തന്നെയാണ്. കുറച്ച് പേര് പറയും കേട്ടോ, ഡാർക്ക് നിനക്ക് ചേരില്ല എന്ന് പറയും. പക്ഷേ ചിലവർ പറയും നീ ലൈറ്റ് കളർ എടുക്കരുത്, ഡാർക്ക് എടുത്താലാണ് നിനക്ക് ചേരുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഒരു തരം കളറുണ്ടല്ലോ, ബ്ലാക്ക് ഷെയ്ഡോ, കറുത്ത നിറമുള്ളവർക്ക് ചേരുന്നതായ ചില കളറുകളുണ്ട്. അത് നോക്കി എടുക്കാനൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. തുണിക്കടയിൽ, അതായത് ടെക്സ്റ്റൈൽസിലും ഈ പറഞ്ഞ പോലെ ഓരോ നമ്മുടെ ഇവിടെയുള്ള കൃഷ്ണ സിൽക്സിലാണ് എപ്പോഴും പോകുന്നത്. അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോ ഷെയ്ഡ് നോക്കിയൊക്കെ എടുക്കും. നമുക്ക് ഒരു കളർ ഇടുമ്പോൾ നമുക്കിടെ ശരീരത്തിന് യോജിക്കുന്ന ഒരു നിറത്തിലുള്ളത് എടുക്കാമെന്നേ ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെളുത്തവർക്ക് മാത്രം ഓപ്ഷൻ അവിടെ നൽകുന്നത് തന്നെ അവർ കുറച്ച് കറുപ്പിനെ അവഗണിക്കുന്നതുകൊണ്ടാണെന്ന് ഏതൊരു പൊട്ട ബുദ്ധിക്ക് മനസ്സിലാവും. അതൊന്ന് അത് വലിയ തെറ്റാണെന്നൊന്നും ആരും പറയുന്നത്, അത് അവരുടെ നിയമം. ഓക്കെ. പിന്നീട് അവർ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഗൾഫിൽ ജോലി ചെയ്താണ്. അപ്പോൾ ഗൾഫിലെ ഒരു നിയമമാണ് അവിടെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയൊക്കെ വന്നാലും തുണിക്കടകളിൽ എപ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. എപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ചയുണ്ട് അല്ലേ, ഞാനും പോയിട്ടുള്ളതാണ്. ബില്ലടിക്കാനും പോയിട്ടുണ്ട്, സെയിൽസിനും പോയിട്ടുണ്ട്. രണ്ട് കടകളിലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അറിയാം. ഞായറാഴ്ച മുടക്കൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇത്രയും, അതായത് വെളുത്ത നിറമുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു. അവർക്ക് അത് ഇത്രയും വയസ്സ് വരെയുള്ള കുട്ടികളെ വളരെ പാർഷ്യാലിറ്റിയുടെ അടുത്തുനിന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ കറുപ്പിനെ അവിടെ അവഗണിച്ചാണ് അവരെടുക്കുന്നത്. പിന്നെ കേൾക്കുന്നുണ്ട് മുസ്ലിംസിനെ എടുക്കില്ലെന്ന്, എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. എന്നാലും കറുത്ത നിറമുള്ളവരെ എടുക്കില്ല എന്നുള്ളത് സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള കുട്ടികളെ എടുത്താൽ അവർക്ക് ഇത്രയും പ്രഷർ കൊടുക്കണം എന്തിനാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും അവർക്കെതിരെ പറയുമോ? നമുക്കൊരു റൂള് വേണം. എന്തൊരു സ്ഥാപനത്തിനും ഒരു റൂള് വേണം. കാരണം നമ്മളാണ് പൈസ മുടക്കുന്നത്. അത് കൃത്യമല്ല. നമ്മളൊരു റൂള് വെച്ചില്ലെങ്കിൽ ഈ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് പോയാൽ നമ്മളുടെ വർക്ക് അവിടെ നടന്നില്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കും. അതൊക്കെ ബോധമുള്ളവർക്ക് ആർക്കായാലും മനസ്സിലാവും. അത്യാവശ്യം റൂളുകൾ വേണം. പക്ഷെ നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത്രയും സ്ട്രെസ്സ് കൊടുക്കാതിരുന്നെങ്കിൽ ഇത്രയും പിള്ളേർ ഇവിടുന്ന് പോവില്ല. അപ്പോൾ പറയും ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ടാണ് പിന്നെയും പുതിയത് എടുക്കുന്നത്. ശരി, പക്ഷേ ഒരൊറ്റ ഇതിൽ ഇത്രയും പേര് എതിരായി വരണമെങ്കിൽ ഒരു കാര്യമില്ലാണ്ടാണോ? കുറേയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഹോസ്റ്റൽ ഫീയും ഫുഡും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതാണ് എന്ന് തന്നെ പറയാം. കുറച്ച് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തതാണ് എന്ന് തന്നെ പറയാം. കാരണം അതായത് പിന്നെ അതുപോലെ തന്നെ 3 മണിക്കൂറത്തെ വർക്കുള്ളൂ എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും 24 hours ജോലി ചെയ്യാൻ വില്ലിങ് ആവണം എന്നുള്ളതും, അതുപോലെ തന്നെ കുറേ പരാതികളും പരിവട്ടവും അവരുടെ കാര്യങ്ങൾ എന്നിട്ട് നോക്കിയില്ല, ഇങ്ങനെ നോക്കിയില്ല, അങ്ങനെ നോക്കിയില്ല എന്നുള്ള കാര്യങ്ങളും. ഇത് ഫുൾ ടൈം ജോലിക്ക് നിൽക്കുക എന്നുള്ള രീതിക്കൊന്നുമല്ല ആരും എവിടെയും ചെല്ലുന്നത്. നിങ്ങളെന്താ പറയണേ? ഇപ്പം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, അവിടെ ഇതുപോലെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി നോർക്കുക. ഓക്കെ, ഞാനവിടെ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം നമ്മൾ ജോലിയിലാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ജോലിയുടെ ഉടമസ്ഥത നമുക്കുണ്ടെന്ന് വിചാരിക്കേണ്ട ഒരവസ്ഥയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എന്തായിരിക്കും?
അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു തരാൻ പോകുന്ന ഈ പൈസയിൽ നിന്നും നമ്മൾ ഹോസ്റ്റൽ ഫീയും ഫുഡും പിന്നെ അതുപോലെ ഓരോ പിഴകളും കാര്യങ്ങളും കട്ട് ചെയ്യുക, പറഞ്ഞുള്ള ഫോണിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എന്തൊക്കെ വന്നാലും ഒരു ചെറിയ പെട്ടിക്കടയിലുണ്ടാവും ഒരു CCTV അല്ലെ ഒരു CC ക്യാം, ഉണ്ടാവാതിരിക്കില്ല അല്ലേ? അവിടെ ഒരു CC ക്യാം പോലും ഇല്ല. എന്തുകൊണ്ടതില്ലാത്തത്? അതൊക്കെ നിങ്ങളുടെ ഒരു ഫോൾട്ടായിട്ടാണ് പറയേണ്ടി വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തെങ്കിലും അത് ഒലിവിയ ഡിസൈൻസിൻ്റെ എന്താ പറയുക, അവർ കസ്റ്റമേഴ്സിനെ എങ്ങനെ പെരുമാറുന്നു, കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ പറ്റിയല്ല. നല്ല കസ്റ്റമർ സർവീസായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അതായത് അവർ പെട്ടെന്ന് തന്നെ സാധനം എത്തിച്ചു കൊടുക്കും, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അത് കൊടുക്കുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും സമയം പോലും ബില്ലിംഗ് ആണ് ആൾക്കാർ ഇതിലേക്ക്. എപ്പോഴും കുട്ടികൾ എപ്പോഴും കുട്ടികൾ ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അപ്പം ക്ഷീണം വരുന്നത്. ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, 1-2 സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ എപ്പോഴും ഈ കുട്ടികൾ അതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ കസ്റ്റമറിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അവരുടെ ജോലി ഭാഗമാണ്, ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല. കാരണം എത്രത്തോളം കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കുമ്പോഴും സാധനം വിറ്റ് പോകുമ്പോഴാണ് അവർക്ക് അവിടെ സാലറി കൊടുക്കാനും ഇത്രയും എമൗണ്ട് കയറാനും ഒക്കെ പറ്റുള്ളൂ. ശരിയാണ്, അതൊന്നും കാരണം ഏതിൻ്റെയും വളർച്ച എന്ത് കൂട്ടും തുടങ്ങുന്നത് അത് വളരാനും അത് വളർന്ന് പന്തലിക്കാനും അവർക്കതുകൊണ്ട് ലാഭം കണ്ടെത്തി ജീവിക്കാനുമാണ്. അവരൊരു മുതൽ മുടക്ക് ചെയ്തേക്കണത് അവർക്ക് അതിൽ നിന്ന് നഷ്ടം വരാനല്ല. അപ്പോൾ വേണ്ടതായ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചിട്ടയോടുകൂടി പറഞ്ഞിട്ട് ഈ ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കുക. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഫൈൻ ഇടാം, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കസ്റ്റമറിനെ നിങ്ങൾ റെസ്പോൺസ് കൊടുത്തില്ല, അല്ലെങ്കിൽ കസ്റ്റമറിനോട് നിങ്ങൾ നന്നായിട്ട് ബിഹേവ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കച്ചവടം കളഞ്ഞു എന്നുള്ള കാര്യങ്ങൾക്ക് പിഴ ഈടാക്കാം, അവരെ ഒന്ന് പീഡിപ്പിക്കാം, അതൊക്കെ നല്ല കാര്യമാണ്. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവരത് ശ്രദ്ധിക്കും. പക്ഷേ ഏത് കാര്യത്തിനും സ്ട്രെസ്സ് കൊടുത്ത് പേടിപ്പിച്ച് 24 hours വർക്ക് ചെയ്യാൻ പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നിങ്ങൾ ഇത്രയും നേരം വർക്ക് ചെയ്യണം, ഇതാണ് പിന്നെ പല സാധനങ്ങളും അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അത് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏതൊരു ജോലിക്കും നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ തിരിയാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ട്രെസ്സ് കൊടുത്താൽ ആർക്കും അവിടെ ജോലി ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ എങ്ങനെയും നിർത്തി പോകണമെന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ, അതിലൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കുറച്ചാൽ, ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു ഇതിലേക്ക് വെറുതെ ചാടി വരുമോ? അത് ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 10 അല്ല, 16 അല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് മാത്രം പറയുന്നതെന്നല്ല പറയുന്നത്. ഇങ്ങനെ ഇത്രയും ശിക്ഷണം കൊടുത്ത് ഇത്രയും ടൈറ്റായിട്ടുള്ള സ്ട്രെസ്സ് കൊടുത്തിട്ട് ആർക്കും അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അത് ഏതൊരു ജോലിക്കും പറ്റില്ല. അതുപോലെ ഈ കുട്ടികൾക്ക് ഇത്രയും എമൗണ്ട് ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ, ഇത്രയും 40,000 ഉണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ ജോലിക്ക് എടുക്കുകയെങ്കിൽ, അല്ലെങ്കിൽ 25,000 ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, അതിൽ നിന്ന് ഇങ്ങനെ കിഴിച്ചേക്കാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാതെ അവർക്കിടെ വീട് രക്ഷപ്പെടാനുള്ള ഹാപ്പിനെസ്സും കൊടുത്ത് അവരെ ഒന്ന് കൈ കൂടെ വെച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. നിങ്ങളുടെ സ്ഥാപനം കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. നിങ്ങളുടെ സ്ഥാപനം കൂടുതൽ മെച്ചപ്പെടാനും ഹൈ ആയിട്ട് പോകാനുമാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നേ? നിങ്ങൾ ഇത്രയും കുട്ടികളോട് പെരുമാറാതെ കുറച്ചൊക്കെ ഒന്ന് അയവ് വരുത്തുക. ആവശ്യത്തിന് മാത്രം റൂൾസ് അടിച്ചേൽപ്പിക്കുക. ഫുഡും ഹോസ്റ്റലൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു. മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല, കൂടെ കിടക്കാൻ ആരുടെയും കൂടെയല്ല കിടക്കേണ്ടത്, മറ്റുള്ള കുട്ടികളുടെ അടുത്തൊന്നും മിണ്ടാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിർത്തിയാൽ തന്നെ, അതായത് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ്സിനോട് ഹോസ്റ്റലിൽ ചെന്നാലും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു റൂള് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ബാഡ്. എവിടെയില്ല. നമ്മുടെ കൂടെയുള്ള ജോലിക്കാരോട് നമുക്ക് ജോലി സമയം കഴിഞ്ഞിട്ട് മിണ്ടാനോ കൂട്ടുവിടാനോ പറ്റില്ല എന്ന് പറയണ ഇവരാരാണ് അത് തീരുമാനിക്കാനായിട്ട്?
അത് എവിടെ ഏത് പാതിരായ്ക്കും ഏത് റോട്ടിൽ വന്ന് ഞാൻ പറയൂ അതൊരിക്കലും ശരിയായ ഒരു ഇതല്ല. ഇതിനെ ആര് സപ്പോർട്ട് ചെയ്താലും ഞാൻ അവരോട് എതിർക്കും, സത്യം പറയണത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അല്ലാണ്ട് അവരോട് അസൂയ മൂത്ത് അവരോട് എനിക്കെന്തിനാ അവരോട് അസൂയ? അവരെൻ്റെ ആരെങ്കിലാണോ? അവരോട് ഈ ഒലിവിയ ഡിസൈൻസ് എൻ്റെ ഒന്നുമല്ല, എൻ്റെ ആരുമല്ല. അവർക്കിപ്പോൾ മെച്ചപ്പെട്ട ഒരു നല്ല അടിപൊളിയായിട്ട് അവർ കയറിപ്പോയെങ്കിൽ ആർക്കും അതിൽ ഛേദം? നമുക്കൊരു ഛേദമില്ല, നമുക്കൊരു ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ പുതിയതായിട്ട് അവിടെ ആഗ്രഹിച്ച് ചെന്ന് പെട്ടവർ ഒക്കെ അവരുടെയൊക്കെ സ്വപ്നങ്ങൾ തകർന്ന് അവർ പോന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരവസ്ഥ ഒരു സമയമാണിത്. ഓക്കെ, അത്രേ ഉള്ളൂ. കുട്ടികളുടെ കണ്ണുനീര് വീഴാതിരിക്കുക, കുറേയൊക്കെ സ്ട്രെസ്സുകൾ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുക, ശിക്ഷാ നടപടികൾ കുറയ്ക്കുക, സ്നേഹമായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും പിരിവിട്ട് ഫുഡ് വാങ്ങിച്ച് അവിടുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എപ്പോഴും സ്നേഹമായിരിക്കണം അല്ലേ? അല്ലാണ്ട് ഒരു ടീമിനോട് മാത്രം കുറച്ച് പേരെ മാത്രം ഫേവറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് കുറച്ച് പേരെ മാത്രം എപ്പോഴും തള്ളിക്കളഞ്ഞ് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടീം അവരുടെ കൂടെ ഉണ്ടാവും, അല്ലാത്തവരെല്ലാവരും മാറ്റി നിർത്തി എപ്പോഴും അകറ്റി നിർത്തലാണ് അവരുടെ പണി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെളിച്ചത്ത് വരേണ്ടത്, നിങ്ങൾ നിർത്തലാക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ആരെന്ത് വിചാരിച്ചാലും അവർക്ക് മനസ്സിലാക്കാനുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്നത് ഒലിവിയ ഡിസൈൻസിനെതിരെയല്ല, ഡിസൈൻസിൻ്റെ കസ്റ്റമർ സർവീസിനെ എതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ സ്റ്റാഫ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു ബിഹേവിയറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരോട് എനിക്കൊന്നുമില്ല. അവർ നന്നായാൽ അവർക്ക് തന്നെ കൊള്ളാം, നമുക്കത് ബാധകമല്ല. ഓക്കെ.